കിഴക്കിന്റെ വെന്നീസ് എന്ന് പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിന്നാണ് നമ്മളോടൊപ്പം കുട്ടികൾ ചേരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് നാട്ടുകലാകാരുടെ കൂട്ടായ്മ കുട്ടികൾക്കായി കൊടുത്തൊരു നാടൻപാട്ടിന്റെ പുരസ്കാരമാണ് എന്ന് വേണം പറയാൻ. നമ്മളോടൊപ്പം കുട്ടികൾ വളരെ ആവേശത്തോടെയാണ്. ഏത് സ്കൂളാണ്? ചേർത്തല. നമുക്കപ്പം നേരെ ഇവരുടെ പാട്ടിൽ തന്നെ അങ്ങ് പോയേക്കാം. തുടങ്ങിയാലോ? തുടങ്ങാം. ഇനിയൊന്ന് നീയൊന്ന് കേളാതെടി ഇന്നെന്റെ തിരുക്കൂറുമ്പ അച്ഛന്റെ കാളിയമ്മ തിരുക്കൂറുമ്പ അച്ഛന്റെ കാളിയമ്മ എന്നെ തൃപ്പേ അങ്ങനെ വഴങ്ങിയല്ല യാത്രാവിടയും ചൊല്ലുന്നു ഇന്നെന്റെ തിരുക്കൂറുമ്പ അച്ഛന്റെ കാളിയമ്മ പാദം കൈകൂപ്പി എന്റെ നടോടഴകിയ നല്ലമ്മ നാടൻപാട്ടിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓരോ പാട്ടുകൾ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ട്യൂണുകളിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് എന്താണ്? ഇത് ആലപ്പുഴ ജില്ലയിലെ വടക്കൻ മേഖലയിൽ പുലയ സമുദായക്കാർക്കിടയിൽ പാടി വരുന്ന വടക്കുംപുറത്ത് വിളക്ക് വെച്ച് പാട്ടാണ്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് കൂടുതലായും പാടുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ കിണ്ണം, തുടി, വലന്തല, കൈമണി ഇങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങൾ. കട്ടി ഇതിനെ കൊട്ടാനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. കുറച്ചു മുമ്പ് കണ്ടതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും നമ്മൾ നാടൻപാട്ട അവതരിപ്പിക്കുന്നതിനെക്കാട്ടിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നതാണ് ഓരോ നാടൻപാട്ടിന്റെയും പ്രത്യേകത. വളരെ ആവേശത്തോടെ ആലപ്പുഴയുടെ മക്കള് കപ്പടിക്കും അല്ലെ? ആലപ്പുഴ